നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. വെറുതെ പറഞ്ഞതല്ല. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇംഗല സ്ക്വയറിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു കൂറ്റൻ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ പലരും കരുതും ഇത് ഇറാൻ വെറുതെ പറയുന്നതല്ലേ, അല്ലെങ്കിൽ ട്രംപിനെ പേടിപ്പിക്കാനോ ലോകത്തിന് മുന്നിൽ ആളാവാനോ വേണ്ടി കാണിക്കുന്ന ഒരു ഗിമ്മിക്കല്ലേ എന്ന്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർ, അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ക്വയറിൽ വരുന്ന ചിത്രങ്ങൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ ടെഹ്റാനിലെ ഇംഗല സ്ക്വയറിൽ ഏതൊക്കെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ പ്രതീകാത്മക ചിത്രങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ടോ, അതൊക്കെ ഇറാൻ നടപ്പാക്കിയിട്ടുണ്ട്. മുമ്പ് അമേരിക്കയുടെ പടക്കപ്പലുകൾ മുക്കുന്ന അല്ലെങ്കിൽ അതിന് നേരെ ആക്രമണം നടത്തുമെന്ന തരത്തിലൊരു ചിത്രം ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഇറാൻ അവിടെ ഒട്ടിച്ചിരുന്നു. അതിനുശേഷമാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടുകയും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി അവയെ തിരിച്ചയക്കുകയും ചെയ്തത്. ആ പേടി, ആ അടി കിട്ടിയ സ്മരണയുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അമേരിക്കയുടെ USS ജെറാൾഡ് ഫോർഡ് അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പൽ പോലും ഹോർമൂസിലേക്ക് വരാൻ മടിക്കുന്നത്. അപ്പോൾ ഇറാൻ അവിടെ ഒരു ചിത്രം ഒട്ടിച്ചാൽ, അവിടെ പ്രതീകാത്മകമായൊരു സൂചന നൽകിയാൽ, അത് നടപ്പാക്കിയിട്ടുള്ള ചരിത്രമാണ് ഈ സമീപകാലത്തടക്കമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇറാൻ സ്ഥിരമായി പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു ഇടമാണ് ഈ ഇൻകുലാബ് സ്ക്വയർ. നേരത്തെ അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുള്ള ആക്രമണ പോസ്റ്ററുകളും ഖമനയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനുള്ള ആഹ്വാനങ്ങളും ഒക്കെ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും അതനുസരിച്ച് ഇറാൻ നീങ്ങുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പേർഷ്യൻ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ട്രംപിനെ കൊല്ലും എന്നെഴുതിയ ബിൽ ബോർഡിൽ ഇപ്പോൾ ഈ ചിത്രം പതിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ട്രംപിനോട് പ്രതികാരം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് ആയത്തുള്ള അലി ഖാംനെയുടെ കൊലപാതകത്തോടുള്ള അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിനെതിരായ പ്രതികാരം മാത്രമല്ല എന്ന് കാണാൻ സാധിക്കും പ്രേക്ഷകരെ. അത് 28-ാം തീയതി, അതായത് ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയ അന്ന് മിനാബിലെ ഒരു സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് കൊച്ചു പെൺകുട്ടികൾക്ക് നേരെ മിസൈൽ അയച്ച് കൂട്ടക്കുരുതി നടത്തിയ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ക്രൂരതകളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ക്രൂരതകൾക്ക് കൂടിയുള്ള മറുപടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ഓർമ്മയ്ക്കായുള്ള സന്ദേശവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ ബോർഡ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പെട്ടിയാണ് ചിത്രത്തിലുള്ളത് എങ്കിലും ഈ ചിത്രം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വിറപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ സമീപകാലത്തെ ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇപ്പോൾ യുദ്ധകാര്യങ്ങളിൽ വ്യാപൃതനല്ല. നേരത്തെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ച സംഭവമാണെങ്കിലും ആ ഘട്ടങ്ങളിലൊക്കെ എല്ലാ ദിവസവും എന്നോണം ഇറാനെ അവസാനിപ്പിക്കും, ഇറാനെ ഇല്ലാതാക്കും, ജൂതന്മാർ ഉറങ്ങും എന്ന രീതിയിലൊക്കെ നിരന്തരമായി പ്രകോപനപരമായ വംശീയമായ പരാമർശങ്ങൾ, യുദ്ധം ആളിക്കത്തിക്കുന്ന നിലപാടുകളൊക്കെ നിരന്തരമായി സ്വീകരിച്ച് ട്രംപ് താഴെ പോയാലും അല്ലെങ്കിൽ ട്രംപ് ഒന്ന് ഡൗൺ ആയാലും ട്രംപിനെ മൂപ്പിച്ച് നിർത്തിയിരുന്നയാളാണ് കേട്ടോ ഈ നെതന്യാഹു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായി നെതന്യാഹു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നെതന്യാഹു ഷിൻബിറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന അവരുടെ നാട്ടിലെ ഇന്റേണൽ സെക്യൂരിറ്റി, താൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തു പോയാലും പിന്നീടുള്ള 5 വർഷക്കാലം കൂടി ആ പ്രൊട്ടക്ഷൻ തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നൽകണമെന്ന് പറഞ്ഞ് അവിടുത്തെ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ യുദ്ധക്കെടുതികൾക്ക്, യുദ്ധക്രൂരതകൾക്ക് നെതന്യാഹു വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന വിവരം. എന്ന് മാത്രമല്ല, അത് മറ്റാരെക്കാളും നന്നായി നെതന്യാഹുവിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളിടത്താണ് നെതന്യാഹു ഇപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ സുരക്ഷയ്ക്കല്ല, താൻ ജയിലിൽ പോയാൽ തൻ്റെ സുരക്ഷ ജയിലധികൃതർ നോക്കിക്കോളും, പക്ഷെ പുറത്തു നിൽക്കുന്ന ഭാര്യയും മക്കളും അവർക്ക് സുരക്ഷ വേണം, അതിനുവേണ്ടി ഇപ്പോൾ നെതന്യാഹു നെട്ടോട്ടം ഓടുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഈ ചിത്രം വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത് നെതന്യാഹുവിനെയും കൂടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ചിത്രം വരുന്നതിന് തൊട്ടു മുമ്പ് മുജ്തബ ഖാംനെയി പ്രതികാരം
ചെയ്യും ആയത്തുള്ള അലി ഖാംനെയുടെ രക്തസാക്ഷിത്വത്തിന് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. അതിനു മുമ്പ് ഇസ്രായേൽ ഇന്റലിജൻസ് ഇറാൻ കൊല്ലുന്നവരുടെ ലിസ്റ്റിൽ ട്രംപ് ആ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യമുണ്ട് എന്ന് പുറത്തു പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, അതിൽ തന്നെ നെതന്യാഹു ഉൾപ്പെടെ 13-ലധികം ആളുകൾ ഉന്നതർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. അതായത് ഇപ്പോൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയ ഇറാൻ ഇനി ഇത്തരത്തിൽ നേതാക്കൾ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി പതുങ്ങുകയാണോ എന്ന സംശയവും ശക്തമായി ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യം, ഇറാൻ എന്ത് ഭാവിച്ചായിരിക്കും ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ മുഴക്കുന്നത് എന്നതായിരിക്കും. അമേരിക്കയുടെ കനത്ത ആക്രമണത്തിൽ ഇറാന് തകർച്ചകൾ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് അതിൽ പിന്നോട്ട് പോകാതെ ഇറാൻ നിരന്തരമായി ഇങ്ങനെ ഭീഷണികൾ മുഴക്കുന്നത്? ഇൻകുലാബ് സ്ക്വയർ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. സെൻട്രൽ ഇറാനിലെ ഒരു ചത്തുരമാണ് ഈ പറയുന്ന വിപ്ലവത്തിന്റെ ഒരു സ്ക്വയർ. വിപ്ലവമാണ് ഇൻകുലാബ്. അപ്പോൾ ഇൻകുലാബ് സ്ക്വയറിലാണ് ഇറാൻ അതിന്റെ പ്രചാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ പ്രചാരണത്തിന്റെ ഒരു പ്രധാന വേദിയായി മാറ്റിയിരിക്കുന്നത് കേട്ടോ. അവിടുത്തെ ഹ്യൂജ് ബിൽ ബോർഡ്സ്, അവിടെ ആന്റി അമേരിക്കൻ റൈറ്ററിക്, അത് വാചകങ്ങളായി, അത് ചിത്രങ്ങളായി, അത് ഓർമ്മപ്പെടുത്തലായി, അത് മുദ്രാവാക്യങ്ങളായി, കവിതകളായി എല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ്. 3 പ്രധാന റോഡുകളെ സംഗമിക്കുന്ന ഒരു സ്ക്വയർ ആണത്. ആ ഒരു ഇൻകുലാബ് സ്ക്വയർ കഴിഞ്ഞ ദിവസം നാടകീയമായി ഒരു വലിയ ഗ്രാഫിറ്റി അല്ലെങ്കിൽ വലിയൊരു ബിൽ ബോർഡ് പ്രത്യക്ഷപ്പെടുകയാണത്. ഡൊണാൾഡ് ട്രംപിനെ ഒരു ശവപ്പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. എത്രയൊക്കെ പകയുണ്ടെങ്കിലും എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു രാജ്യം ട്രംപിനെ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ഇത്തരത്തിൽ വധിക്കുമെന്ന് പച്ചയായി ലോകത്തോട് വിളിച്ചു പറയുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതിനിടയിൽ നോക്കുക, അമേരിക്കൻ പ്രസിഡന്റ് എന്ന 1-ാം നമ്പർ ശത്രു ഡൊണാൾഡ് ട്രംപിനെ ശവപ്പെട്ടിയിൽ കിടത്തിയിരിക്കുകയാണ്. ഇതൊരു സന്ദേശം കൂടിയാണ്. ഒരു ഫിയർ സൈക്കോസിസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ് അമേരിക്ക ചെയ്യുന്നതും അത് തന്നെയാണ്. അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ ഇറാൻ തിരിച്ചടി കൊടുക്കുകയുമാണ്. സൈക്കോളജിക്കൽ വാർഫെയറിലൂടെ ഇറാന്റെ സംസ്കാരത്തെ ചുട്ടു നശിപ്പിക്കും. ഇറാനിൽ ഒരു പുല്ല് പോലും ഇല്ലാത്ത രീതിയിൽ തങ്ങൾ കംപ്ലീറ്റ്ലി നിരപ്പാക്കി കളയും. ഒരു ജനതയെ തന്നെ ഉന്മൂലനം ചെയ്തു കളയുമെന്ന രീതിയിലുള്ള വലിയ വലിയ വെല്ലുവിളികളാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഒരു വിഷ്വൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പേർഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷിലും ട്രംപിന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അമേരിക്കൻ മാധ്യമങ്ങൾക്ക്, ലോക മാധ്യമങ്ങൾക്ക്, പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് എളുപ്പത്തിൽ ഒപ്പിയെടുത്ത് പ്രചരിപ്പിക്കാവുന്ന രീതിയിൽ ശക്തമായി തിരിച്ചടി ട്രംപ് ഇങ്ങോട്ട് വെക്കുന്ന അതേ ഭാഷയിൽ തിരിച്ചു കൊടുത്തുകൊണ്ട് ട്രംപിനെ വിറപ്പിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഈ ഇൻകുലാബ് സ്ക്വയറിലൂടെ ചെയ്യുന്നത്. മിനാബിലെ സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ, 140-ൽ പരം കുഞ്ഞുങ്ങൾ ഫെബ്രുവരി 28-ാം തീയതി കൊല്ലപ്പെട്ടത് അമേരിക്കയുടെ ആക്രമണത്തിലാണ്. അത് ലക്ഷ്യം തെറ്റി വീണ മിസൈലോ അല്ലെങ്കിൽ ഒരു അപകടം എന്ന രീതിയിലോ ഒക്കെയാണ് അമേരിക്ക അതിനെ ന്യായീകരിക്കുന്നത് എങ്കിലും അത് വൈകാരികമായ അർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു കൊടും ക്രൂരതയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കുട്ടികളുടെ ചിത്രങ്ങൾ ഈ മതിലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇറാൻ നെഗോഷിയേറ്റിംഗ് ടീം ജനീവയിലേക്ക് പോയപ്പോൾ, ചർച്ചകൾക്ക് വേണ്ടി പോയപ്പോൾ, യഥാർത്ഥത്തിൽ ആ വലിയ വിമാനത്തിലെ എല്ലാ സീറ്റുകളിലും ഈ മരണപ്പെട്ട കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ, പേരുകൾ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ ലോക ജനതയുടെ മനസാക്ഷി ഉണരുന്ന രീതിയിൽ, മനസാക്ഷിയെ തൊടുന്ന രീതിയിൽ അതൊന്ന് ഉദ്യോഗിപ്പിക്കാൻ വേണ്ടി ഇറാൻ ചെയ്തിരുന്നു. അതായത് മൊത്തത്തിൽ ഈ വിഷയം വൈകാരികമായി തന്നെയാണ് ഇറാൻ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഡൊണാൾഡ് ട്രംപിനെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. അത് കൊള്ളുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടിയാണ്. കാരണം ഇസ്രായേലിനേക്കാൾ മേലെയാണല്ലോ അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രിയേക്കാൾ വലുതാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ്. രണ്ടും ഒരു കൂട്ടരാണെങ്കിലും ട്രംപ് ചേട്ടൻ ബാവയും ഇപ്പുറത്തുള്ള നെതന്യാഹു അനിയൻ ബാവയുമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിനെ അടിക്കാനാണ്, തലക്കിട്ടടിക്കാനാണ് ഇറാൻ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും വാലും മുറിയപ്പെടില്ലേ? വാലിനും അത് ക്ഷീണം വരില്ലേ? വാലും ദ്രവിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് നെതന്യാഹുവിനെ വിസ്മരിക്കുന്നതല്ല, പക്ഷെ നെതന്യാഹുവിനും മുകളിലുള്ള ട്രംപിനെ അടിക്കാൻ ഇറാൻ തയ്യാറെടുത്താൽ അതിൻ്റെ അർത്ഥം അത് നെതന്യാഹുവിനും കൂടിയുള്ള മുന്നറിയിപ്പാണ് എന്നു തന്നെയാണ്. എന്തായാലും ഈ ചിത്രം, ഈ പ്രഖ്യാപനം, ഈ സന്ദേശം, ഇത് വലിയ ഭീഷണിയാണ് ലോകത്തിന് നൽകുക. കാരണം ട്രംപിനെ വധിക്കുന്ന വിധത്തിലൊരു നീക്കമുണ്ടായാൽ അല്ലെങ്കിൽ നെതന്യാഹുവിനെ അപായപ്പെടുത്തുന്ന ഒരു വിധത്തിലൊരു നീക്കമുണ്ടായാൽ പിന്നെ എന്താകും പ്രത്യാക്രമണം ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഒരു വലിയ ആക്രമണ പ്രത്യാക്രമണം, വലിയ യുദ്ധമായി തന്നെ മാറാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇസ്രായേലിനോടുള്ള പക അത് ഇറാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ടെഹ്റാനിലെ ഒരു സ്ക്വയർ ഉണ്ട്, ഡോംസ് ഡേ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ഇസ്രായേലിന്റെ നാശം ഒരു നിശ്ചിത വർഷത്തിൽ ഇസ്രായേൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നൊരു ഓർമ്മപ്പെടുത്തലുള്ള ക്ലോക്കാണത്. അപ്പോൾ അത്തരത്തിൽ
ആ രീതിയിൽ ഇറാൻ ഇസ്രായേലിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ഭൂമുഖത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടാൻ സമയം അടുത്തു വരുന്നു എന്ന രീതിയിലൊക്കെ ഇറാൻ മുമ്പ് തന്നെ വിശകലനം നടത്തുകയും വിലയിരുത്തലുകൾ നടത്തുകയും ലോകത്തിന് മുന്നിൽ കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ വിധത്തിൽ ശക്തമായ രീതിയിൽ ഇറാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ട്രംപിന് മാത്രമല്ല നെതന്യാഹുവിനും വലിയ ഭീഷണിയാവുകയാണ്. അങ്ങനെയൊക്കെ ആക്രമണം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഒരു മഹായുദ്ധത്തിന്റെ രീതിയിലേക്ക് പശ്ചിമേഷ്യ നിന്ന് കത്തുന്ന വിധത്തിലേക്ക്, നമ്മളൊക്കെ കൊടിയ ദുരിതം അനുഭവിക്കുന്ന വിധത്തിലേക്ക് ലോകത്തിന്റെ ക്രമം തന്നെ മാറിപ്പോകും. അപ്പോൾ ആ നിലയിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നോട്ട് വെക്കുന്ന വിധത്തിൽ നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും ഒക്കെ ജീവൻ തന്നെ അപായത്തിലാണ് എന്ന വ്യക്തമായ സൂചന നൽകുന്ന വിധത്തിൽ ലോകത്തിന് മുഴുവൻ ആശങ്ക സമ്മാനിച്ചുകൊണ്ട് ഇറാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ട്രംപ് അടിച്ചടിക്ക് അതേ നാണയത്തിൽ ശക്തമായ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്.